ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ലക്കി മാം സ്റ്റോറീസിൽ നിന്ന് അഫിയാണേ. ഈ ബേബീസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സിൽ ഡിസൈൻ ചെയ്യാന്നുള്ള വർക്കിൽ കുറച്ചൊരു ബിസി ആയിപ്പോയി. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ പിന്നിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നത്. കുറച്ച് സ്റ്റിച്ചിങ് വീഡിയോസും അതുപോലെ പ്ലാനിങ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ട്രൈ ചെയ്യാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഇതാ നമ്മൾ ഫാഷൻ മേക്കറിൽ നമ്മൾ ഇങ്ങനെ എംബ്രോയ്ഡറി ആദ്യം ക്ലോത്ത്സൊക്കെ ഒന്ന് മടിക്കടിച്ച് ഒന്ന് ലെവൽ ചെയ്ത് എത്ര അളവിനനുസരിച്ച് കട്ട് ചെയ്ത് എന്നിട്ട് ചുറ്റിലും ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുത്താണ്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമ്മൾ ബേബീസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കുന്ന ഓരോരോ പരിപാടികളാണല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലേ, ഒരു ആകാംക്ഷയാണ്. ഇപ്പോൾ ഇതൊക്കെ ആണല്ലോ ഒരു ട്രെൻഡ്. ഇപ്പം ട്രെൻഡിന് പിറകെ പോകുക എന്നുള്ളതാണല്ലോ നമ്മൾ സ്റ്റിച്ചിങ്ങാരെ ഒരു ട്രെൻഡ്. മുമ്പൊക്കെ പഴയ ക്ലോത്ത്സിന് വേണ്ടി നടക്കാറായിരുന്നു അല്ലേ. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് എന്തായാലും ഒരു അടിപൊളി സംഭവം അല്ലേ. ഉടുത്ത് പഴയ ക്ലോത്ത്സ് ബേബീസിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെക്കുന്ന ആ ഒരു പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതൊരു നല്ലൊരാശയമാണ് അല്ലേ. ഇതിങ്ങനെ ഒരുക്കി വെക്കലും ഒരു ഇതാണ്. പക്ഷേ പഴമക്കാർക്കൊക്കെ ഒരു പേടിയാണല്ലോ, കുട്ടികൾ എങ്ങനെ എന്താ നല്ലതുപോലെ വരണ്ടേ എന്നൊക്കെയുള്ളൊരു ചിന്ത ആണല്ലോ. പക്ഷെ എന്നാലും ഇതൊരു നല്ലൊരു സന്തോഷം വരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് മൊത്തത്തിൽ ഇൻവോൾവ് ആയിരുന്നു. കാരണം 2-3 പ്രോസസ്സ് ഉണ്ടല്ലോ. കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യുക, എന്നിട്ട് അത് പിന്നെ മടിക്കടിച്ച് ഇങ്ങനെ വർക്ക് ചെയ്ത് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഇതിൻ്റെ പിറകിലായിരുന്നു. സ്റ്റിച്ചിങ് എന്ന പാഷനും ഒരു ജോബുമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്തൊക്കെ അവസരങ്ങളല്ലേ വരുന്നത്. ഇതൊക്കെ പണ്ടൊന്നും ഇല്ലാത്ത ഓരോരോ പുതിയ രീതികളല്ലേ. അതുപോലെ പല അവസരങ്ങളും നമുക്കായി കാത്തിരിക്കുന്നുണ്ടാവും. എന്താണോ നമ്മൾ പാഷന് അതിന് പിന്നിൽ പോയി നോക്കലാണ് ഏറ്റവും ബെസ്റ്റ്. അവസരങ്ങൾ നമുക്ക് പലതും വന്നു ചേരുന്നതാണ്. ഓരോ വർക്കും ഏറ്റെടുത്ത് അതിൻ്റെതായ പെർഫെക്ഷനിൽ ചെയ്തെടുത്ത് ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു സംതൃപ്തിയാണെന്നറിയോ. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ദിവസമായിട്ട് എന്നെ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, അവർക്ക് ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇനി നല്ല അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോസായിട്ടും ഡിസൈൻ ചെയ്ത വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.